നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ കടന്നു വരാനായി പോകുന്ന ചില ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശത്തെക്കുറിച്ച് അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ജീവിതത്തിലേക്ക് വിജയം കടന്നു വരുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഇതുവരെ ഇരുളടഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ഒരു പ്രകാശം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വേദനകൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു തരത്തിലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നും സങ്കടങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്കാണ് ഈ ഒരു വ്യത്യാസം ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത്. ആശ്രയം പ്രാർത്ഥന മാത്രമാണ് എന്നതാണ് വാസ്തവം. അതിൽ മാത്രമാണ് നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ തടസ്സങ്ങളും വിഷമതകൾക്കും പരിഹാരം, അല്ലെങ്കിൽ ഒരു പരിഹാരം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യമാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. വലിയൊരു മാറ്റം മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നിങ്ങൾ അതിന് സ്വയം തയ്യാറാവുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്ന ഏതെങ്കിലും ഒരു കാര്യം കിട്ടാതെ വന്നാലോ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. വിലപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടാലോ, അത്തരത്തിലൊരു സങ്കടത്തിൽ നീതി നിങ്ങൾക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അകലുകയും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുകയും അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും സമാധാനവും നൽകുന്ന ഏതോ ഒരു കാര്യവുമായി മാറും എന്നുള്ളതാണ്. ഭാരമേറിയ ഒരു കാര്യം, ഭാവിയിലെ വലിയ ഉത്തരവാദിത്തം, അത്തരം ചില കാര്യങ്ങൾ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അധികം ബുദ്ധിമുട്ട് തോന്നിക്കാത്ത വിധം ഇപ്പോഴത്തെ കഷ്ടപ്പാട് വരാനിരിക്കുന്ന നേട്ടത്തിന്റെ മുന്നോടിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. നിങ്ങളുടെ മോശം അവസ്ഥ ചുറ്റുമുള്ളവർക്ക് സ്നേഹമോ അല്ലെങ്കിൽ പരിഗണന കൊടുക്കാനായോ നിങ്ങളുടെ സങ്കടങ്ങളിൽ ചുറ്റുമുള്ളവർ സങ്കടപ്പെടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അതായത് ചില വ്യക്തികൾ നിങ്ങൾക്ക് പരിഗണനയും സ്നേഹവും നൽകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അവർ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളുമാണ് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ സങ്കടങ്ങളായാലും വിഷമതകളായാലും അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ച് നടക്കാൻ താല്പര്യപ്പെടാത്തവരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവർ കൂടിയാണ് നിങ്ങൾ. അതായത് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. പങ്കുവയ്ക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതായത് വളരെ ശുഭകരമായ കാര്യമാണ് എങ്കിലും, സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്കിലും അതും പങ്കുവയ്ക്കാൻ വളരെയധികം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. നീതി ലഭിക്കുന്നതായ സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരും. പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അത്തരത്തിൽ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഏതോ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നതാണ്.
പലപ്പോഴും അത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ ഇനി സംഭവിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇനി നിങ്ങളെ കീഴടക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു പരാജയം സംഭവിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ തിരിച്ചടികൾ, വിഷമങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കാതെ മുന്നോട്ട് തന്നെ പോകണം എന്ന് കാണുന്നു. എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാത്ത മനസ്സ് നിങ്ങളുടെ ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ്. ആഗ്രഹം, താഴ്ന്നു പോയിടത്തു നിന്നും വീണ്ടും ഉയർന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന കാര്യങ്ങളായി മാറും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധിപരമായി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. സത്യസന്ധമായി തന്നെ കാര്യങ്ങളെ നോക്കി കാണുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു വ്യക്തിയുടെ സാഹചര്യം അല്ലെങ്കിൽ മറ്റേതൊരു വ്യക്തിയുടെയും സാഹചര്യം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അല്ല മറ്റു കാരണങ്ങളാൽ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ അതിൽ നിന്നും പിന്മാറാതെ പതറാതെ നിങ്ങൾ തീരുമാനം എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കാണുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വയം ആത്മവിശ്വാസം ഉള്ളവരാണ് നിങ്ങൾ, ശക്തരാണ് നിങ്ങൾ. ഏത് സാഹചര്യത്തിലും ഏത് വെല്ലുവിളികളെയും മറികടക്കുവാനും വിശ്വാസത്തോടെ മുന്നേറുവാനും നിങ്ങൾക്ക് സാധിക്കും. ഭയം, വെല്ലുവിളി എന്നീ കാര്യങ്ങളിൽ ഇനി നിങ്ങൾ തളരില്ല എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അനുഭവിക്കാവുന്നതിനും അപ്പുറം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പലരിൽ നിന്നും പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്നതും ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആവേശകരമായ ഒരു കാര്യം, സാഹസികരമായ ഈ യാത്ര, അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. ഒരു പുതു വെളിച്ചം അഥവാ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. അതിന് അധികം താമസമില്ല എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും വേർപിരിയൽ, കുടുംബ പ്രശ്നം, സാമ്പത്തികം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാനസികരമായ സമ്മർദ്ദങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ പലപ്പോഴും തനിച്ചിരിക്കണം, ഏകാന്തത അനിവാര്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്നതും വാസ്തവമായ കാര്യമാണ്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന സാഹചര്യം നിങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ മാറ്റങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ചെയ്യാൻ കഴിയുന്നതായ കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ പലതും ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അഥവാ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം, നിങ്ങൾ ചെയ്തിരിക്കുന്നതായ ആ കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടില്ല എന്നും കാണുവാൻ സാധിക്കുന്നു. അത് നിങ്ങളെ കൂടുതൽ വിഷമപ്പെടുത്തുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. വീണ്ടും വെല്ലുവിളികൾ വന്ന് ചേരും എന്നതാണ് വാസ്തവം. അത് പൂർവാധികം ശക്തിയോടെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കൊപ്പമുള്ള ചില വ്യക്തികളുടെ വെല്ലുവിളികളാകാം, അല്ലെങ്കിൽ മറ്റ് വെല്ലുവിളികളാകാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ്. ബുദ്ധിപൂർവം നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ്. പുതിയ വാതിൽ
പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരങ്ങൾ നൽകും. അതായത് പുതിയ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. തന്മൂലം ചില കാര്യങ്ങൾ പുതുതായി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വയം തിരുത്തി കരുത്തുള്ളവരായി മാറാൻ നിങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്, അതിന് സാധിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അപ്രകാരം ഒരു സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല. എല്ലാം താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് തന്നെ കുതിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്ന് കാണുന്നു. കൂടാതെ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ സമയം ആത്മവിശ്വാസം, ധൈര്യം തുടങ്ങിയ കാര്യങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു.